ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂള് ഇല്ലാത്ത സമയത്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുഡിംഗ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആയതുകൊണ്ട് അവർ നല്ലോണം കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ട് കുറച്ച് പാർലിജി ബിസ്ക്കറ്റാണ് ഇവിടെ വേണ്ടത്. പാർലിജി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പാർലിജി ബിസ്ക്കറ്റാണ് എടുത്തത്. അപ്പോൾ അതിൽ ഒരു 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് മാത്രം മതി. പിന്നെ ഞാൻ കുറച്ച് പാലാണ് വേണ്ടത്. ഒരു ബൗളിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാല് ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കട്ടല്ലാതെ ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം. കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആദ്യം ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. കാരണം പുഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെറ്റായി അതായതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇളക്കിയെടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇത് സെറ്റായിട്ട് ഞാൻ സൈഡിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് പാല് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 കപ്പ് പാൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് പാലെടുക്കുക കേട്ടോ. എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്ര പാലെടുക്കുക. അപ്പോൾ 2 കപ്പ് പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി തിളച്ച് വരണം. തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ആ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒരു കപ്പിൽ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സാധാ നമ്മളെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് അലിയിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുഡിംഗ് ഉണ്ടാക്കാൻ നമ്മളൊന്നുകിൽ ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പാല് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്ക് ഇനി അടുത്ത കാര്യങ്ങളും കൂടി ചെയ്ത് വയ്ക്കാം കേട്ടോ. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വാനില ഫ്ലേവർ ആയതുകൊണ്ട് വാനിലേൻ്റെ എസൻസ് ആണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏലക്ക ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണല്ലോ വാനിലേൻ്റെ ആ ഫ്ലേവർ. അപ്പോൾ ഞാൻ വാനിലേൻ്റെ എസൻസ് ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പാർലിജി ബിസ്ക്കറ്റ് ഒരു 10 രൂപേൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് അത് ഒരു 8 എണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ. 8 എണ്ണോ 9 എണ്ണം ഒക്കെ ഉണ്ടാവും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിക്കാതെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കയ്യിലുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അലിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പൊട്ടി വരും. പൊടിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. പൊടിച്ചിട്ട് കൊടുത്താൽ വേറെ ടേസ്റ്റ് വരും. ഇത് ഇടയ്ക്കൊരു ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇടയ്ക്ക് കാണാം, ടേസ്റ്റൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് പൊടിക്കാണ്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്ക് അത് പൊടിഞ്ഞ് വരും. ഇനി നമ്മൾ എടുത്ത് വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് വളരെ സിമ്മിലാക്കിയിട്ട് സ്ലോ ആയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ തന്നെ നമുക്ക് കുറുകി ഇങ്ങനെ വരുന്നതായി കാണാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഒഴിച്ചു കൊടുത്തത് കൂടി നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഇത് കട്ടായി പോകും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരിക. ഗ്യാസ് വളരെ സ്ലോയിലാവണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നതായി കാണാം. അപ്പോഴേക്കും നമുക്ക് ഇത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഏത് ബൗളാണോ പാത്രമാണോ നിങ്ങൾ എടുത്ത് വെക്കുന്നത് അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിതിൽ മധുരം ഇടാൻ മറന്നുപോയി. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ മധുരം ഇടുന്നത്. അത് നിങ്ങളോട് അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ കസ്റ്റാർഡ് പൗഡർ കലക്കി വെക്കുമ്പോൾ തന്നെ മധുരം ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടുതൽ നേരം തണുക്കാൻ വെക്കരുത്. ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ഏത് പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിൻ്റെ മുന്നേയായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു ടിഫിനാണ് എടുത്തത്. മോളൊരു ടിഫിനാണ്, ഒരു ഓവൽ ഷേപ്പിൽ ടിഫിൻ ആയതുകൊണ്ട് അത് തന്നെയാണ് എടുത്തത്. അതിലേക്ക് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നട്ട്സോ പിസ്ത എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിതൊരു ബിസ്ക്കറ്റ് പുഡിംഗ് ആയതുകൊണ്ട് നമ്മൾ സാധാ പാർലേജി ബിസ്ക്കറ്റ് തന്നെ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ കാണാൻ ബിസ്ക്കറ്റിൻ്റെ. അപ്പോൾ അതും ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഇതിലിപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നട്ട്സ് ആണെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഞാൻ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. നല്ല ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് പുറമെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തണുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഇതുപോലെ വിട്ട് കിട്ടുന്നതായി കാണാം. നമ്മൾ ബട്ടറൊക്കെ ബ്രഷ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സൈഡ് വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കിട്ടുന്നതായി കാണാം. നമുക്ക് കത്തിയൊന്നും വെക്കണ്ട. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ഈ അടുപ്പിലേക്ക് ഞാനൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലാണല്ലോ നമ്മളിത് ബിസ്ക്കറ്റൊക്കെ വെച്ചത്. അപ്പോൾ അതൊന്ന് സാധാ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് തന്നെ തിരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് പുഡിങ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പുഡിങ്ങാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒന്ന് തണുത്തതിന് ശേഷം കഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വളരെ സോഫ്റ്റാണ്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പാലും കുറച്ച് ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാണ്. എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇതുണ്ടാക്കി നോക്കി അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം കയറി ഒന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.